പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ തന്നെ വാർഡ് കൌൺസിലറുടെ ഭാരവാഹിയുടെ കടയുടെ മുമ്പിൽ കിടന്ന് നിങ്ങൾ ഷോ ഒക്കെ കാട്ടിട്ട് വെക്കോളൂ. പക്ഷേ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ, നിങ്ങളുടെ കൂട്ടത്തിൽ നട്ടലിനുറപ്പുള്ള ഏതെങ്കിലും ഒരുത്തൻ ഞങ്ങളുടെ ആഫീസിന്റെ മുമ്പിൽ വന്ന് നിന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഞാൻ പറയുന്നൊന്നുമില്ല. കാരണം ഞങ്ങളുടെ ആഫീസിനെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അത് നിങ്ങളാരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് BJP ആഫീസിലോട്ട് മാർച്ചൊക്കെ വെച്ച് നിങ്ങൾക്ക് വലിയ ആളാവാനാണ് ശ്രമമെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് BJP ഓഫീസിലേക്ക് കയറി വന്നോ. ഇന്ന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ കൂട്ടി വന്നോളൂ. ഞങ്ങൾക്ക് ഒരു വിഷയമില്ല. ഇനി നിങ്ങളുടെ താലാമുതിർന്ന നേതാക്കന്മാർ ഇവിടെ വന്ന് നിന്നാലും BJP പ്രവർത്തകന്മാരുടെ രോമത്തിൽ തൊടാനുള്ള ആർജവം പോലും നിങ്ങൾക്കുണ്ടാവില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ നിങ്ങൾ പാലക്കാട് നഗരസഭയെ ആക്ഷേപിക്കുവാനും അധിക്ഷേപിക്കുവാനും ഭിന്നശേഷി വിദ്യാർത്ഥികളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കുവാനും നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അതൊന്നും നിങ്ങളുടെ ഭീഷണിയോ മാർച്ചോ ഒന്നും ഇവിടെ വിലപ്പോവില്ല. ഞങ്ങള് ധൈര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് BJP ഓഫീസ് ഇവിടെ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഏത് നിമിഷവും നട്ടലിനുറപ്പുള്ള ആണത്തമുള്ള ഏതെങ്കിലും കോൺഗ്രസുകാരുണ്ടെങ്കിൽ ഇവിടേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഇത് വെറും ട്രെയിലർ മാത്രമാണ്. ഇവിടെ ഫുൾ പടം ഓട്ടിക്കഴിഞ്ഞാൽ എന്താണ് നടക്കാൻ പോകുക എന്നുള്ളത് നേരത്തെ വടിവെട്ടുമ്പോഴേക്ക് നിങ്ങളുടെ ആളുകൾ SP ഓഫീസിൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങൾ ധൈര്യമായിട്ട് വന്നോളൂ. ഞങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. ഞങ്ങള് BJP ഓഫീസിൽ കുറച്ചു ദിവസം മുമ്പ് ദണ്ടയൊക്കെ ഒന്ന് പൊടി പിടിച്ച് കിടക്കായിരുന്നു. ഞങ്ങൾ ദണ്ടയൊക്കെ എടുത്ത് ശരിയാക്കി റെഡിയാക്കി എടുത്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഏത് നിമിഷം വേണമെങ്കിലും വന്നോളൂ. യാതൊരുവിധ വിഷയവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ